ഇന്ന് ഞാൻ ഒരു യോഗത്തെക്കുറിച്ച് പറയാനാണ് വരുന്നത്. കാളസർപ്പയോഗം. എൻ്റെ മനസ്സിലായല്ലോ, ഞാൻ ഗീത ചെയ്തു. ഒരു ഗ്രന്ഥങ്ങളിലും കാളസർപ്പയോഗത്തെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൃഹത് ജാതകത്തിലെ രാഷ്ട്രജാതകങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗത്ത് മാത്രമാണ് കാളസർപ്പയോഗത്തെക്കുറിച്ച് പറയാറുള്ളത്. എന്താണ് ഈ യോഗം? യോഗം എന്ന് പറയുന്നത് നമ്മൾ ജന്മം കൊള്ളുന്ന വേളയിൽ, അതായത് നമ്മുടെ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഈ ശരീരം ഘടനയുണ്ടാകുന്ന ഒരു കാലമുണ്ട്. ഓരോ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക 9 ഗർഭാശയം ചെല്ലുമ്പോഴാണല്ലോ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യ ശരീരമായിട്ട് അമ്മയുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ കാലയളവിൽ ഈ ശരീരം രൂപകൽപ്പന ചെയ്യുന്ന കാലയളവിൽ ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയും സ്വാധീനവും ബലവും കൊണ്ടാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ യോഗങ്ങൾ എല്ലാം തന്നെ മുജ്ജന്മവുമായി ബന്ധമുണ്ട്. ഈ ജന്മത്തെ ബന്ധമല്ല ഉള്ളത്, ഇത് മുജ്ജന്മവുമായിട്ടുള്ള ബന്ധമാണ്. ഇത് യോഗ ഫലങ്ങൾ വിധാതാവിനെ കൊണ്ട് പോലും തടയാനും പറ്റുകയില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു യോഗം നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൻ്റെ ഫലമല്ല ഉള്ളത്, മുജ്ജന്മത്തിൻ്റെ ഫലം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ ശരീരഘടന രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോഴുണ്ടാകുന്ന ആണ് ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാളസർപ്പയോഗത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞുവല്ലോ. ഇതൊരു ദുരിതയോഗമാണ്. ഈ കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപരമായിട്ടുള്ള ഒരു യോഗമാണ്. ചില ഭാഗങ്ങളിലുള്ള സർപ്പയോഗം ചില സമയങ്ങളിൽ ഗുണാനുഭവങ്ങളെയും തരുന്നുണ്ട്. ചില സ്ഥിതിയിലുള്ള സർപ്പയോഗം ചില ഭാഗങ്ങളത് നിൽക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതലും ഗുണാനുഭവങ്ങൾ തരുന്നുണ്ട്. അതുപോലെ ലഗ്നത്തിൽ രാഹുവും 7ാം ഭാവത്തിൽ കേതുവും നിൽക്കുമ്പോഴാണ് എല്ലാ ഗ്രഹങ്ങളും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇപ്പുറത്തായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഉള്ളിലായിട്ട് നിൽക്കുമ്പോഴാണ് അതുപോലെ ഒരു സൈഡിലായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഗ്രഹവും തന്നെ അപ്പുറത്തെ സൈഡിൽ കാണത്തില്ല, ഇങ്ങേ സൈഡിൽ മാത്രമായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്താണ് കാളസർപ്പയോഗം സംഭവിക്കുന്നത്. ഇതൊരു മോശമായ യോഗമാണ്. ഇത് കൂടുതലും വിവാഹ തടസ്സം തുടങ്ങിയ ക്ലേശകരമായിട്ടുള്ള വളരെ ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ വിധിയാകുന്നുണ്ട്. ഈ യോഗം ഒരു അനുഗ്രഹമായി മാറാറുമുണ്ട്. കാളസർപ്പയോഗമുള്ള വ്യക്തികൾ ഈ യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി സർപ്പങ്ങൾക്ക് അഥവാ നാഗങ്ങളെ ആരാധിക്കുകയും വിഷ്ണു ഭക്തനായി തീരുകയും ഒരു നല്ലൊരു ഭക്തനായി മാറുകയും അവരുടെ ജീവിതം തന്നെ വളരെ ചിട്ടയോടുകൂടിയും ഈ യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി നല്ല ചിട്ടയോടുകൂടിയും വ്യക്തിത്വത്തോടുകൂടിയും വേണം ജീവിക്കാൻ. കാളസർപ്പയോഗം വളരെ ഗുണപ്രദമായി മാറാറുണ്ട്. ഇങ്ങനെയൊക്കെ ഈ യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ളൊരു ആരാധനയോടുകൂടിയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാളസർപ്പയോഗം വളരെ ഗുണപ്രദമായി മാറാറുണ്ട്. ശക്തരും ഭക്തരും സമ്പന്നരുമായി മാറാറുണ്ട്. അത്ര നല്ലൊരു യോഗം കൂടിയാണിത്. ഇതിനെക്കുറിച്ച് അറിവ് നേടുക, അതുപോലെ ജീവിതം ചിട്ടപ്പെടുത്തുക. അപ്പോൾ സർപ്പത്തെ പ്രീതിപ്പെടുത്തി അങ്ങനെ കാളസർപ്പയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ദുരിതം വിതയ്ക്കാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഗുണപ്രദമായിട്ടുള്ള ഭാഗത്തേക്ക് ഈ യോഗത്തെ കൊണ്ടുവരാനും നമുക്ക് പറ്റും. അത് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുക എന്നതാണ് വേണ്ടത്. ഈ കാളസർപ്പയോഗം തന്നെ 12 തരത്തിലാണുള്ളത്. കാളസർപ്പയോഗം 12 തരത്തിലുണ്ട്. അതിന് അനന്ത കാളസർപ്പയോഗം, 1ാമത്തെ കാളസർപ്പയോഗമാണ് അനന്ത കാളസർപ്പയോഗം. രാഹു 1ലും കേതു 7ലും നിൽക്കുന്ന വേളയിലാണ് ഈ അനന്ത കാളസർപ്പയോഗം ഉണ്ടാകുന്നത്. അതുപോലെ 2ാമത്തെ കാളസർപ്പയോഗം എന്ന് വെച്ചാൽ ഗുളിക കാളസർപ്പയോഗം. ഗുളിക കാളസർപ്പയോഗം 2ൽ രാഹുവും 8ൽ കേതുവും നിൽക്കുമ്പോഴാണ് ഈ യോഗം സംഭവിക്കുന്നത്. അതുപോലെ വാസുകി കാളസർപ്പയോഗം
3-ൽ രാഹുവും 9-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് വാസുകി കാളസർപ്പയോഗം സംഭവിക്കുന്നത്. ശംഖപാല കാളസർപ്പയോഗം ഇത് 4-ൽ രാഹുവും 10-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് ശംഖപാല കാളസർപ്പയോഗം സംഭവിക്കുന്നത്. അതുപോലെ കാളസർപ്പയോഗം 5-ൽ രാഹുവും 11-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് ഈ കാളസർപ്പയോഗം സംഭവിക്കുന്നത്. കാളസർപ്പയോഗം എന്ന് പറയും. അത് 6-ൽ രാഹുവും 12-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് കാളസർപ്പയോഗം സംഭവിക്കുന്നത്. അതുപോലെ തക്ഷക കാളസർപ്പയോഗം 7-ൽ രാഹുവും 1-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് തക്ഷക കാളസർപ്പയോഗം സംഭവിക്കുന്നത്. അതുപോലെ കാർക്കോടക കാളസർപ്പയോഗം ഈ കാർക്കോടക കാളസർപ്പയോഗം സംഭവിക്കുന്നത് 8-ൽ രാഹുവും 2-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് കാർക്കോടക കാളസർപ്പം സംഭവിക്കുന്നത്. അതുപോലെ ശംഖുചൂഡ കാളസർപ്പയോഗം ഇത് 9-ൽ രാഹുവും 3-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് ശംഖുചൂഡ കാളസർപ്പയോഗം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഘാതക കാളസർപ്പയോഗം 10-ൽ രാഹുവും 4-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് ഘാതക കാളസർപ്പയോഗം സംഭവിക്കുന്നത്. വിഷധാര കാളസർപ്പയോഗം 11-ൽ രാഹുവും 5-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് വിഷധാര കാളസർപ്പയോഗം സംഭവിക്കുന്നത്. അതുപോലെ 12-ൽ ശേഷനാഗ കാളസർപ്പയോഗം അത് 12-ൽ രാഹുവും 6-ൽ കേതുവും നിൽക്കുന്ന സമയത്താണ് ശേഷനാഗ കാളസർപ്പ യോഗം സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാളസർപ്പ യോഗങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ജാതകം പിന്നെ ഇങ്ങനെയുള്ള യോഗങ്ങളുണ്ടോ എന്ന്, അതുപോലെ വിവാഹത്തിന് വളരെയധികം തടസ്സങ്ങളും കാര്യങ്ങളും വിഷമതകളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ നല്ല ജ്യോത്സ്യന്മാരെ പോയി കണ്ട് നമ്മുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള കാളസർപ്പയോഗം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. കാരണം ജന്മനാ ഉണ്ടാകുന്ന യോഗങ്ങളായതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് വരെയും ഇതിൻ്റെ ഫലങ്ങൾ അത് മോശമാണേലും നല്ലതാണേലും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഇത് ഏത് തരത്തിലുള്ള കാളസർപ്പയോഗമാണ് നമ്മുടെ ജാതകത്തിൽ നമുക്കുണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലായിട്ട് അതിന് തക്കതായിട്ടുള്ള ഭക്തി മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയെങ്കിൽ ഒരുപാട് ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള കാളസർപ്പയോഗമുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ വിവാഹ തടസ്സവും കാര്യങ്ങളും ഒക്കെ വിഷമതകളും അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളും അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഈ 12 രാശികളിലും നിൽക്കുന്ന കാളസർപ്പയോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ രാശികളിലും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള കാളസർപ്പയോഗം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തക്ക രീതിയിലുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തി നല്ല ഭക്തി മാർഗത്തിലൂടെയും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാമെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ജീവിതത്തെ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും, ഉറപ്പാണ്. ഓക്കെ.